വോയിസ് ഓഫ് ഹോസ്പിറ്റലിൻ്റെ ലേഡീസ് ഫെലോഷിപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ പ്രവർത്തിച്ചിരുന്ന ഒരു സഹോദരിയെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ അന്ന് തൊട്ട് സാറുമായിട്ട് എനിക്ക് വളരെ അടുപ്പവും ബന്ധമൊക്കെ ഉണ്ട്. ഇവിടെയുള്ളതാകുന്ന പല ദൈവമക്കളുമായിട്ട് ആ നിലയിലുള്ള ബന്ധമുണ്ട്. ദൈവം സഹായിക്കുമാറാകട്ടെ. ഇവിടുത്തെ പ്രവർത്തനങ്ങളെ കർത്താവ് വരും ദിവസങ്ങളിൽ അനുഗ്രഹിക്കേണ്ട ഒരു വാക്യം മാത്രം പറഞ്ഞ് ഞങ്ങളുടെ വാക്കുകൾ വിലപിക്കുന്നു. യശയ്യാ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ. 2-3 വാക്യങ്ങൾ. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. സകല ജാതികളും അതിലേക്ക് ഒഴുകിച്ചെല്ലും. അനേക വംശങ്ങളിൽ ചെന്ന് വരുവിൻ, നമുക്ക് യഹോവയുടെ പർവ്വതത്തിലേക്ക്, യാക്കോബിന്റെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് കയറി ചെല്ലാം. അവൻ നമുക്ക് തന്റെ വഴികളെ ഉപദേശിച്ചു തരികയും നാം അവന്റെ പാതകൾ നടക്കുകയും ചെയ്യുമെന്ന് പറയും. സിയോനിൽ നിന്ന് ഉപദേശവും യെരൂശലേമിൽ നിന്ന് യഹോവയുടെ വചനവും പുറപ്പെടും. അനേകർക്ക് ആശ്വാസകരമാകുന്ന വിധത്തിൽ ഈ ആലയത്തിൽ ആത്മാവിന്റെ നിറവോടുകൂടെ ശക്തിയോട് ശുശ്രൂഷകൾ നിർവഹിപ്പാൻ ദാസനെ ഉപയോഗിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവിധമാകുന്ന ആശംസകളും വ്യക്തിപരമായ പേരിൽ ഞാൻ പ്രദാനം ചെയ്യുന്ന ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിന്റെ പേരിലും അറിയിച്ചുകൊണ്ട് സമയം അനുവദിച്ചവർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ വിരമിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കും.